ശ്രീനഗറിലെ നൗഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 3 ഡോക്ടർമാരെ കൂടി NIA അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ മുസ്തഖീം, ഡോക്ടർ മുഹമ്മദ്, ഡോക്ടർ റൈഹാൻ ഹയാത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. അതേസമയം സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 9 സ്ഫോടനം ആകസ്മികമായി ഉണ്ടായതല്ലെന്നും ഭീകരാക്രമണമല്ലെന്നും DGP നളിൻ പ്രതാപ് സ്ഥിരീകരിച്ചു. A huge quantity of explosive substances, chemicals and reagents were also recovered from Faridabad on 9th and 10th of November 25. This recovery, like the rest of the recoveries which we have done, was transported and kept securely in the open area of police station Nowgam. Due to the unstable and sensitive nature of the recovery, the sampling process, the handling was being done with extreme caution, with utmost caution by the FSL team. However, unfortunately, during this course, last night around 11:20 p.m., an accidental explosion has taken place. Any other speculation into the cause of this incident is unnecessary. അബ്ദുൾ റഷീദ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റഷീദ്, ഒരു ഭീകരാക്രമണത്തിനുള്ള അട്ടിമറി സാധ്യതയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് DGPയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എങ്കിൽ പോലും വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായതായി നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം അത്രയ്ക്കും സ്ഫോടനാത്മകമായ അമോണിയം നൈട്രേറ്റ് പോലെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നതിൽ അത് പരിശോധിക്കുന്നതിലൊക്കെ വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതാണ് ഒരു സ്ഫോടനത്തിലേക്ക് വഴിവെച്ചതും ഇത്രയും അധികം പേർ മരിക്കാനിടയാക്കിയത്. അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലെ നിരവധി വാഹനങ്ങളാണ് കത്തിനശിച്ചത്. ഇപ്പോഴും ഗുരുതര പരിക്കേറ്റ് നിരവധി ആളുകൾ ചികിത്സയിലാണ്. ഈ സ്ഫോടനമുണ്ടായതിനു ശേഷം ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചില സംഘടനകൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇത്തരം ഭീകരാക്രമണങ്ങൾ തള്ളുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ DGP വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ സ്ഫോടനം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി 11:20 കൂടിയാണ് ഉണ്ടായത്. ഇത് ഈ സാമ്പിളുകളൊക്കെ തന്നെയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ആണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ആകസ്മികമായി ായിട്ടുള്ള ആ സംഭവമായിരുന്നു. അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ സുരക്ഷാ നടപടിക്രമങ്ങളൊക്കെ തന്നെയും എടുത്തിരുന്നു എന്നുള്ള ചില സൂചനകൾ കൂടി അദ്ദേഹം നൽകുകയാണ്. എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ജമ്മു കാശ്മീർ പോലീസ് പിടിച്ചെടുത്തിട്ടുള്ള 350ഓളം വരുന്ന അമോണിയം നൈട്രേറ്റ് എന്തിനാണ് ജമ്മു കാശ്മീർ പോലീസിലേക്കും അതോടൊപ്പം തന്നെ ഇത്രയും ദിവസം വൈകി രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും ഭീകരാക്രമണം അടക്കമുള്ള കാര്യങ്ങൾ തള്ളുകയാണ് പോലീസ് അവരുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ സ്ഫോടനത്തെ തുടർന്ന് 9 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. തഹസിൽദാറും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരടക്കമുള്ള 9 പേർക്കാണ് ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുള്ളത്. 27 പേർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനിഷ. ശരി, ഏതായാലും നൗഗാം പോലീസ് സ്റ്റേഷനുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു ഭീകരാക്രമണത്തിന്റെ സാധ്യത തള്ളിക്കളയുകയാണ് DGP നളിൻ പ്രതാപ്. പക്ഷേ സുരക്ഷാ വീഴ്ച കൃത്യമായി ഉണ്ടായി എന്ന വിലയിരുത്തലിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട 3 ആളുകളെ കൂടി 3 ഡോക്ടർമാരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് NIA. ദില്ലിയിലെ ചെങ്കോട്ടയിലെ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട നിലവിൽ കസ്റ്റഡിയിലുള്ള 3 ആളുകളെയും ഇന്ന് ഹരിയാന പോലീസ് NIAക്ക് കൈമാറാനിരിക്കുകയാണ്. ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് NIAയുടെ നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്.